തിരുവനന്തപുരം കളക്ടറേറ്റിൽ തേനീച്ച ആക്രമണം ബോംബ് ഭീഷണിയെ തുടർന്നുള്ള പരിശോധനയ്ക്കിടയിലാണ് തേനീച്ചക്കൂട് ഇളകിയത്. തേനീച്ചയുടെ കുത്തേറ്റ് നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇവിടെ കളക്ടറേറ്റിലേക്ക് ബോംബ് ഭീഷണി വന്ന സന്ദേശമെത്തിയത്. അതിനുശേഷം ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും എല്ലാം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇവിടെ തേനീച്ച ആക്രമണം ഉണ്ടായത്. തേനീച്ചക്കൂട് വർഷങ്ങളായി തന്നെ ഇപ്പോൾ ഏകദേശം 15 വർഷത്തോളമായി തന്നെ ഈ കളക്ടറേറ്റിന്റെ ചുവരുകളിലുള്ള തേനീച്ചക്കൂടുകളിൽ നിന്നാണ് തേനീച്ച ഇളകിയത്. അത് ഇവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ ബാധിക്കുന്ന വിധത്തിൽ, അതായത് ഈ പരിശോധന നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റാഫുകളെല്ലാം ഈ ഭാഗത്തു നിന്നും നീക്കം ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് തേനീച്ച ആക്രമണം ഉണ്ടായത്. നിരവധി പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റിട്ടുണ്ട്. നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയ ഒരു സാഹചര്യമാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായെങ്കിലും അത് ഇപ്പോൾ അധികമായി ഗുരുതര പരിക്കാർക്കും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ നിലവിൽ കൂടുതൽ പേരും അടുത്തുള്ള പേരൂർക്കട ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം മെഡിക്കൽ കോളേജിലുമായി തന്നെ ചികിത്സ തേടിയിരിക്കുകയാണ്. പോലീസ് വാഹനത്തിലും അതോടൊപ്പം കളക്ടറേറ്റിലെ വാഹനത്തിലും പിന്നീട് ബസ്സും അതോടൊപ്പം ഇവിടേക്ക് ആംബുലൻസുകളും എത്തി ഇവിടെ നിന്നുള്ളവരെ നീക്കം ചെയ്തു. ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഏതായാലും നിലവിൽ ആരുടെയും പരിക്ക് അത്രത്തോളം ഗുരുതരമല്ല എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. പക്ഷേ നിരവധി പേർക്ക് പലതവണയായി കുത്തേറ്റു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇവിടെ നിന്നവരെല്ലാം ആ സമയത്ത് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം. പക്ഷേ ഇവരെ പിന്തുടർന്ന് തേനീച്ച ആക്രമിച്ചു എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏതായാലും അത് കണ്ടതാണ്. അത്രത്തോളം തേനീച്ച ആക്രമണം, വ്യാപകമായ ഒരു തേനീച്ച ആക്രമണം ഇപ്പോഴും അത് അല്പം മുമ്പ് വരെയും അത് തുടർന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം.